സർ, ഈ ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മുടെ ദേവസ്വം ബോർഡ് നൽകിയിരുന്നൊരു സത്യവാങ്മൂലമുണ്ട്. അതിനെ അനുകൂലിച്ച് യുവതീ പ്രവേശം ആകാമെന്ന്. ഇപ്പോൾ അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായിട്ട് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത, ആ സത്യവാങ്മൂലം പിൻവലിച്ചിട്ട് സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ദേവസ്വം ബോർഡ്. എന്താണ് സാർ ഈ പുതിയ സത്യവാങ്മൂലം കൊണ്ട് ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന രഹസ്യം? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഈ അയ്യപ്പ ഭക്ത സംഗമം പമ്പയിൽ നടക്കുമ്പോഴുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഓർത്തു പോവുകയാണ്. നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അതെ, പിണറായി വിജയനാണ് അയ്യപ്പ ഭക്ത സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. പാർട്ടി സമ്മേളനമൊന്നും അല്ല, അയ്യപ്പ ഭക്ത സംഗമം. എപ്പോഴും ശബരിമലയിലും കാനന പ്രദേശങ്ങളിലും ഒക്കെ നട തുറന്നിരിക്കുന്ന സമയത്തൊക്കെ അവിടെ ശരണം വിളികൾ കൊണ്ട് മുഴങ്ങുന്ന ഒരിടമാണ്. പിണറായി വിജയൻ പമ്പാതീരത്താണ് അയ്യപ്പഭക്ത സംഗമം. അതെ, പമ്പാതീരത്ത് കാറിൽ വന്ന് ഇറങ്ങുമ്പോൾ അവിടെ കൂടിയിരിക്കുന്നവരൊക്കെ ശരണം വിളിക്കാൻ തുടങ്ങും. പിണറായി വിജയൻ ശരണമയ്യപ്പ സ്റ്റേജിൽ കയറുമ്പോഴും പ്രസംഗിക്കാൻ തുടങ്ങുമ്പോഴും പ്രസംഗിച്ച് കഴിയുമ്പോഴും പിണറായി ഇതെങ്ങനെ ഉൾക്കൊള്ളുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. മറ്റേ സത്യവാങ്മൂലത്തിന്റെ കാര്യമൊക്കെ വരട്ടെ, ഇതാണ് ഉൾക്കൊണ്ടേ പറ്റൂ. അപ്പം എന്ത് പറയും, പണ്ട് VS അച്യുതാനന്ദനെ അനുകൂലിച്ച് മുദ്രാവാക്യം മുഴക്കി കഴിഞ്ഞപ്പോൾ വളരെ ദേഷ്യപ്പെട്ട് കിടന്ന് ഇത് ഉഷാ ഉതുപ്പിന്റെ ഗാനമേളയല്ല എന്നും പറഞ്ഞ് അവരോടെ തട്ടിക്കേറി പത്രക്കാരോട് അള്ളുപിടിച്ച് പോക്കൃതരം കാണിക്കാനുള്ള സ്ഥലമല്ല, കടക്ക് പുറത്ത്. ഇതൊക്കെ ചിലപ്പോൾ അവിടെ പറയുമോ? ഒന്നും പറയില്ല. അല്ല, പിണറായി വിജയൻ അപ്പം വേദിയിലോട്ട് കയറുമ്പോൾ അവിടെ കൂടിയിരിക്കുന്നതിൽ ഭക്തജനങ്ങളായിരിക്കും നല്ല പങ്ക്. അവർ ശരണം വിളിക്കണം, വിളിക്കേണ്ടതാണ്. എന്താ അതിൽ കുഴപ്പം? എന്തായിരിക്കും ആ മുദ്രാവാക്യം വിളിയേക്കാൾ എന്തായാലും നല്ലതാണ്, അതിൽ സംശയം അല്ല. അതാണ്. പക്ഷെ ഈ മനുഷ്യൻ എങ്ങനെ കാരണഭൂതൻ അതെങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളതാണ്. കാരണഭൂതനായാലും ഇരട്ടച്ചങ്കനായാലും ഇപ്പൊ അതൊക്കെ ഉൾക്കൊണ്ടേ പറ്റൂ. അതാണ് സാഹചര്യം. വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പല്ലേ സാർ? ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പിണറായി വിജയനും അത് ഏറ്റു പറയുമായിരിക്കും, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയുമായിരിക്കും. അപ്പൊ എന്തായാലും ഇനിയിപ്പോൾ കാര്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട്, ദേവസ്വം ബോർഡായാലും സർക്കാരായാലും ഈ കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഈ സത്യവാങ്മൂലം അഫിഡവിറ്റ് പിൻവലിക്കണം. അത് ഈ അയ്യപ്പ ന്യായമാണ്, ആവശ്യം ന്യായമാണ്. കട്ടെ എന്ത് പറ്റി സാർ? എന്തോ ഒരു ബഹളമാണ്, ചുമ്മാ അതങ്ങ് അടയ്ക്ക്. അഭയ് ആ വാതിലടയ്ക്ക്. തുടങ്ങിയപ്പോൾ മുതലാണ് ചുമ്മാണോ ജയശങ്കറൊക്കെ എല്ലാം തല്ലിപ്പോൾ പൊളിച്ചിട്ട് ഇറങ്ങി പോയെന്ന് പറഞ്ഞു. അവിടെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ പോവുക. അല്ല, അത് നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടും. പറഞ്ഞാമോ? അതെ, പറഞ്ഞു. അപ്പൊ ഈ സത്യവാങ്മൂലം അത് മാറ്റുമോ എന്നുള്ളതാണ് ചോദ്യം, അറിയേണ്ട കാര്യം. കാരണം 2018 സംഭവം എന്ന് പറയുന്നത് അത് ഒരു വിശ്വാസികളെ മുഴുവൻ വെല്ലുവിളിക്കുന്ന ഒരു സംഭവമാണ്. വ്രണപ്പെടുത്തിയ ശബരിമല മുഴുവൻ കലുഷിതമാക്കി തീർത്തില്ലേ? എന്തായിരുന്നു നടന്നത്? ആ രണ്ടോ സ്ത്രീകളെ ചാകിക്കെട്ടി അപ്പുറത്തെ സ്റ്റാഫ് ഗേറ്റ് വഴി ശ്രീകോവിലിൻ്റെ മുമ്പിൽ എത്തിക്കുക. ഇതൊക്കെ കേരളത്തിലെ ഇത്രയും വരുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരോട് ചെയ്ത അത് മറക്കത്തില്ല എന്ന് ഓർമ്മിക്കണം, അല്ലേ? അപ്പൊ ഇപ്പം ഇവിടെ NSS SNDP ഒക്കെ പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ പറയുന്നുണ്ട് ആചാരലംഘനം ഉണ്ടാകാൻ പാടില്ല. അത് NSS തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആചാരലംഘനം ഉണ്ടാകാൻ പാടില്ല. ഇവർ ശബരിമലയിൽ എന്തായാലും ഈ ദേവസ്വം ബോർഡ് എന്തായാലും ഈ സത്യവാങ്മൂലം മാറ്റും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. MV ഗോവിന്ദൻ പറഞ്ഞു അത് യുവതീ പ്രവേശ വിഷയമൊക്കെ കഴിഞ്ഞ അധ്യായമാണ്, അടഞ്ഞ അധ്യായമാണെങ്കിലും ഉണ്ടാക്കി വെച്ച പുകില് ചെറുതല്ല. ആ വേദന മറക്കത്തില്ലല്ലോ. ഇല്ല. ഞാൻ ചോദിച്ചോട്ടെ, അതിനുശേഷം എനിക്കറിയാവുന്ന വർഷങ്ങളായിട്ട് ശബരിമലയിൽ പോകുന്ന ചില തീർത്ഥാടകരുണ്ട്. അവർ ഇതോടുകൂടി
ശബരിമലയിലേക്കുള്ള യാത്ര അവസാനിപ്പിച്ചവരുണ്ട്, അറിയാം. ഉം. അവരുടെ ഭക്തി പോയതല്ല, അങ്ങനെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി വെച്ചതിലുള്ള മനം നൊന്താണ് അങ്ങനെ ഒരു തീരുമാനം അവർ എടുത്തത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവരിത് എത്ര തിരുത്തിയാലും ഈ തിരുത്തൽ എന്തിനു വേണ്ടിയാണെന്ന് നമുക്കറിയാം. അതൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, വോട്ട് ബാങ്ക് കണ്ടുകൊണ്ടുള്ള കാര്യമാണ്. 2019 ഹൈന്ദവ വോട്ടുകളൊക്കെ കോൺഗ്രസിലേക്കാണ് പോയത്. 2024 വന്നപ്പോൾ ആ വോട്ടുകളൊക്കെ BJP-യിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. 24 BJP-യിലേക്ക് പോയ വോട്ട് 26 എങ്ങോട്ടേക്ക് പോകും? അതൊരു ചോദ്യമാണ്. അത് BJP-യിലേക്ക് ഇനിയും പോകരുത് എന്നുള്ളത് കൊണ്ടാണ് CPM ഇറങ്ങി ഇത്തരത്തിൽ ഈ ഭക്തസംഗമം നടത്തുന്നത്. അത് വളരെ വ്യക്തമാണ്. അത് കേരളത്തിലുള്ള അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മുഴുവൻ അറിയത്തില്ല ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് കൃത്യമായി അറിയാം. സാർ, അവിടെ ഉയരുന്നൊരു ചോദ്യം, സർക്കാർ ഈ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം 2018 യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായതിന് ഇടയാക്കിയ സത്യവാങ്മൂലം, സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ സത്യവാങ്മൂലം ഉണ്ടല്ലോ, അതിൽ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് എന്ത് പറയാൻ കഴിയും? അല്ല, അത് ഇതുവരെ പറഞ്ഞിട്ടില്ല അവര്. ഇത് കഴിഞ്ഞ അധ്യായം, അടഞ്ഞ അധ്യായം എന്നൊക്കെ മാത്രമേ MP ഗോവിന്ദൻ പറയുന്നുള്ളൂ, അല്ലാതൊന്നും പറയുന്നില്ല. അപ്പോൾ സാർ, ഒരു ചോദ്യം, ഒരു മതേതര സർക്കാരാണ്, അതുകൊണ്ട് തന്നെ ഈ മതവിഷയത്തിൽ, ഒരു ആചാര വിഷയത്തിൽ സർക്കാർ അഭിപ്രായം പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുൻപ് കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കാൻ സാധ്യതയുണ്ടോ? പിൻവലിക്കണമെന്ന് വിചാരിച്ചാൽ മതി. ഇവർ അങ്ങനെ, ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ ഭക്തസംഗമത്തിന് മുമ്പ് അത് ചെയ്യണം എന്നാണ് NSS ആവശ്യപ്പെടുന്നത്, സമാനമായ ആവശ്യം ഉന്നയിക്കുന്നു. അത് നടന്നു കഴിഞ്ഞാൽ ഇവരെ നമുക്ക് അല്പമെങ്കിലും ഒരു വിശ്വാസത്തിൽ എടുക്കാം. വിശ്വാസത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് 10 വോട്ടിന് വേണ്ടിയുള്ള കാര്യം തന്നെയാണെന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ എന്തായാലും ഇത് മാറ്റി ഒരുപക്ഷെ കൊടുക്കും. കാരണം അവർക്ക്, പിണറായി വിജയനും പാർട്ടിക്കും മനസ്സിലായിട്ടുണ്ട് ശബരിമലയോടെ കളിച്ചത് തെറ്റായിപ്പോയി, അതിന്റെ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അയ്യപ്പൻ സർവശക്തനാണ്, അയ്യപ്പനോട് മുട്ടാൻ കാരണഭൂതനും സൂര്യനും ഇരട്ടച്ചങ്കനും ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ തീരുമാനം മാറ്റും. കാരണം ഇവർക്കിനി ഒരു തുടർഭരണത്തിന് കൂടി ആഗ്രഹം ഉണ്ട്. അതെല്ലാവർക്കും ഉണ്ടല്ലോ, ഏത് പാർട്ടി ഇരുന്ന് കഴിഞ്ഞാലും. അപ്പോൾ അത് ഒരു വലിയൊരു പ്രസ്റ്റീജായിട്ട് ഇവർ കണ്ടിരിക്കുകയാണ് ഈ തുടർഭരണം എന്നുള്ളത്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് മറ്റെല്ലാവരേക്കാളും ആവശ്യം, ഇപ്പം CPIയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ പറഞ്ഞു ഇനി ഒരിക്കൽ കൂടെ ഭരണം LDF-ന് വേണ്ട എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ ഇവിടെ തുടർഭരണം ആഗ്രഹിക്കുന്നത് ഒരാളേ ഉള്ളൂ, അത് പിണറായി വിജയൻ. കാരണം ഭരണം ഇല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല, പിണറായിക്ക് അധികാരമില്ലാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമമാണ്, പിണറായിയുടെ അധ്വാനമാണ് മുഴുവൻ ഇവിടെ കാണുന്നത്. ഇപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് ഈ ബോർഡിന്റെ തീരുമാനം ഔദ്യോഗികമായി കോടതിയിൽ മാറ്റി കൊടുക്കും എന്ന്, സത്യവാങ്മൂലം മാറ്റി കൊടുക്കുമെന്ന് പറഞ്ഞത് ആരുടെ വാക്കുകളാണ്? സർക്കാരിന്റെ വാക്കുകൾ തന്നെ. സർക്കാർ പറയില്ലല്ലോ. ഈ ദേവസ്വം ബോർഡ് അന്ന് യുവതീ പ്രവേശ വിഷയത്തിൽ അന്ന് പ്രസിഡന്റായിരുന്ന പത്മകുമാർ ആദ്യമേ എന്ത് നിലപാടാണ് എടുത്തത്? പത്മകുമാർ നല്ല ഒന്നാം തരം വിശ്വാസിയാണ്. അതെ, അവരുടെ കുടുംബം മുഴുവൻ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഹരിവരാസനം എഴുതിയ കോനകത്ത് ജാനകിയമ്മ പത്മകുമാറിന്റെ ഒക്കെ കുടുംബത്തിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള പത്മകുമാർ ആദ്യം ഇതിനെ എതിർത്തു. പിണറായി വിരട്ടി നിർത്തിയില്ല. അതെ അതെ, പലയിടങ്ങളിലൊന്നും പാർട്ടിയിൽ തരം താഴ്ത്തിയില്ലേ? അതെ, പാർട്ടിയുമായിട്ട് ഇടഞ്ഞു നിൽക്കുകയല്ലേ? എവിടെ നിന്ന ആളായിരുന്നു പത്മകുമാർ? പിന്നെ പത്തനംതിട്ടയിൽ കത്തിച്ചൊലിച്ചിരുന്ന ഒരാളായിരുന്നു. പത്മകുമാറിനെ തകർത്തില്ലേ? അതെ. അപ്പം അന്ന് അതിനെ അനുകൂലിച്ചവരെ CPM-ലുള്ളവരെ ഒക്കെ തന്നെ വെട്ടിനിരത്തി എന്നുള്ളതാണ്. അതിനു മുമ്പ് നമുക്കറിയാം, അത് പിന്നെ കോൺഗ്രസിന്റെ നോമിനിയായിരുന്നു പ്രയാറിനോട് ചെയ്തത്. പ്രയാർ വളരെ തൻ്റെ ഇടത്തോടുകൂടി എഴുന്നേറ്റ് നിന്ന് എല്ലാ ദിവസവും ശബരിമല നട തുറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് കൃത്യമായ മറുപടി അങ്ങോട്ട്, അതിനെ കൃത്യമായി വിശദീകരിച്ച് അങ്ങോട്ട് കൊടുത്തതിൻ്റെ ദേഷ്യമായിരുന്നല്ലോ ബോർഡിന്റെ കാലാവധി വെട്ടിച്ചുരുക്കി 2 വർഷമാക്കിയത്. ഇനിയിപ്പോൾ താണ്ട് അത് 3 വർഷമാക്കാൻ പോകുന്നുണ്ട്. കാരണം അത് അവരെ ഒരാളെ ഒതുക്കാൻ വേണ്ടി
ചെയ്തതാണ്. അപ്പം ഇത് പിന്നെ ഈ ദേവസ്വം ബോർഡിൻ്റെ ഈ ശബരിമലയിലൂടെ ഇപ്പൊ പറയുന്നുണ്ട് വിദേശികളായവരെ ഒക്കെ കൊണ്ടുവരുന്നുണ്ട്, ശതകോടീശ്വരന്മാരെയാണ് കൊണ്ടുവരുന്നത്. പിന്നെ അർഹതപ്പെട്ടവർക്ക് ആർക്കും അവിടെ സ്ഥാനമൊന്നും ഇല്ല. എത്രയോ കോടി രൂപയാണ് അവിടെ ചെലവഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതായത് സാർ, ശബരിമലയിൽ ചെലവഴിക്കാനുള്ള പണം സർക്കാരിൻ്റെ കയ്യിലില്ല. അതിനുവേണ്ടി ഒരു വലിയ പിരിവ് നടത്തുന്നു. ആ പിരിവിൻ്റെ ഭാഗമായിട്ട് ശബരിമലയിൽ എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടക്കും, ഭക്തർക്ക് സൗകര്യങ്ങൾ കൂടുതലായി ഏർപ്പെടുത്തും എന്ന് നമുക്ക് കരുതാം. അത്രയേ ഉള്ളൂ. ഒപ്പം ഈ അഫിഡവിറ്റ് പിൻവലിച്ച് പുതിയ അഫിഡവിറ്റ് ദേവസ്വം ബോർഡ് കൊടുക്കുമായിരിക്കും. ആചാരം പിന്തുടരണം എന്നുള്ള രീതിക്കായിരിക്കാം അഫിഡവിറ്റ് കൊടുക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ സാധ്യമല്ല. പക്ഷെ സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് പിൻവലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.